നമസ്കാരം. വേടൻ ഒരു തീപ്പൊരി ഐറ്റം തന്നെയാണ് വേടൻ. പക്ഷെ വേടന്റെ ആ തീപ്പൊരി ശരിക്കും പറഞ്ഞ കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ ഇടയിലോട്ട് വലിയൊരു സ്ഫോടനമായിട്ടാണ് വന്ന് ചാടുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു ഇരുണ്ട കാലത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും വേടന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അതവൻ ജീവിച്ചു വന്ന ചുറ്റുപാടിൽ അവനെതിരെ പല ആളുകളും അത് ഉപയോഗിച്ചിരുന്നു എന്നും വേണം പറയാൻ. അവന്റെ ആ സ്കൂൾ കാലഘട്ടത്തൊക്കെ അവനെ കൂട്ടുകാരെല്ലാം കൂടി കളിയാക്കി വിളിച്ച പേരാണ് വേടൻ എന്നുള്ളത്. അതവന്റെ രൂപം കൊണ്ടൊക്കെയാണ് ഇത്ര ആളുകൾ അവനെ വിളിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇവനൊന്നും ഓർക്കേണ്ടതുണ്ട്, ഇവന്റെ സഹപാഠികളായിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ സെയിം ജാതിയിലുള്ള പയ്യന്മാർ പോലും അവൻ അത് തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. അപ്പൊ അതൊരു ജാതീയ അധിക്ഷേപമായി കാണാതെ നമുക്കൊക്കെ സ്കൂളുകളിൽ കിട്ടുന്ന ഇരട്ടപ്പേര്, അപ്പൊ എനിക്കൊക്കെ പല പേരും കിട്ടിയിട്ടുണ്ട് ഇരട്ടപ്പേരുകൾ. അപ്പൊ അതിനെ ഒരു എന്താ പറയാ, ഒരു വ്യാപാരമാക്കി മാറ്റാൻ ഈ പറയുന്ന വേടൻ തീരുമാനിച്ചപ്പോഴാണ് വേടന് തീയായി മാറിയത്. അവന്റെ നിറവും അവന്റെ ജാതിയും ഇവിടുത്തെ ആളുകൾക്കുള്ളിലെ ജാതി ചിന്തയൊക്കെ തന്നെയാണ് വേടൻ എന്നും ബിസിനസ് ആക്കിയിട്ടുള്ളത്. വേടനോട് എനിക്ക് ഒന്നേ പറയാനും, വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയം ഇവിടുത്തെ ഹൈന്ദവ ജനതകൾക്കുള്ളിൽ ഒരു വലിയ വിള്ളലാണ് ഉണ്ടാക്കുന്നത്. കാരണം എല്ലാം മറന്നുകൊണ്ട് പരസ്പരം സ്നേഹിക്കാൻ അല്ലെങ്കിൽ അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പോലും മാറ്റി നിർത്തുന്ന രീതിയിലോട്ടാണ് വേടന്റെ ഈ റാപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കുന്ന അവിടോട്ടാണ്. അതിനിടയിൽ താങ്കൾക്കെതിരെ ഒരു പീഡന കേസ് ഉണ്ടാവുകയും ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതിന് താങ്കൾ മാപ്പ് പറയുകയും ആളുകൾ താങ്കളോട് ക്ഷമിക്കുകയും ഒക്കെ ചെയ്തു വിട്ടതാണ്. ഇപ്പോൾ കഞ്ചാവിന്റെ ഒരു കേസ്, അതൊരു ഇത്ര വലിയൊരു വിഷയമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചെറുതെന്താ പിടിച്ചത്, പക്ഷെ അത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് പിടിക്കുന്നത്. പിന്നീടുള്ള കാര്യം എന്താ വെച്ചാൽ പുലിനകത്തിന്റെ കേസ്. ഒരു ഒറിജിനൽ പുലിനകമാണ്. അത് ഫോറസ്റ്റിന്റെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ അത് നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സാധനമാണ്. അത് അപ്രൂവൽ താങ്കൾ കിട്ടിയിട്ടുണ്ടോ, താങ്കൾക്ക് ആരാണ് തന്നിട്ടുള്ളത് എന്നുള്ളൊക്കെ സ്വാഭാവികമായിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ പറഞ്ഞു വരുന്നത് സവർണ ഫാസിസം വേടനെ ദ്രോഹിക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ പാതിരിമാരടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലെ യൂട്യൂബേഴ്സ്, ഇവരൊക്കെയാണ് വേടനെ സവർണ ഫാസിസ്റ്റുകാർ വേട്ടയാടുന്നു എന്ന് പറയുന്നത്. നോക്കൂ, വേടനെ അവർ സപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയൊരു ഇതുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വേടൻ സംസാരിക്കുന്നത് ഇവിടെ ഒരിക്കലും ഹൈന്ദവർ ഒരുമിക്കരുത് എന്നാണ്. അവരാഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഇവിടെ ഹൈന്ദവർ ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല. അപ്പൊ അവർ തമ്മിലൊരു വലിയ സ്നേഹം, എന്തായാലും പങ്കിടലുകൾ ഉണ്ടാവും. വേടനെ ദ്രോഹിക്കുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം വേടന്റെ വാക്കുകളിലൂടെ അവർക്ക് മതം മാറ്റാനുള്ള അവസരങ്ങൾ ഇവിടെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഒരു ഹൈന്ദവന് മറ്റൊരു ഹൈന്ദവനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലോട്ട് ഇനിയും കേരളം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സവർണനെന്നും അവർണനെന്നും തരം തിരിച്ചുകൊണ്ട് നമ്മൾ ആളുകളെ പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനും തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെ ഉണ്ടാവുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്കുണ്ടാവുന്ന വിവേചനം തന്നെയാണ്. ആ വിവേചനം മുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പള്ളിപ്പാതിരന്മാരൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പം മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ വേടനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കൂടുതൽ ആളുകൾ ഇവരാണ്. ഇവർക്ക് ഹൈന്ദവർ ഒരിക്കലും ഒരുമിക്കരുത് എന്നൊരു വലിയ ചിന്തയുള്ളവരാണ്. കാരണം ഹൈന്ദവർ ഒരുമിച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇവർക്ക് പല പ്രശ്നങ്ങളും ഈ ഇസ്ലാം സമൂഹത്തിനും ഉണ്ട്, ഈ ക്രൈസ്തവ സമൂഹത്തിനും ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മൾക്കിടയിലെ ഇതുപോലത്തെ വേടന്മാരെ നമുക്ക് വേണ്ടി യൂസ് ചെയ്യുക, അവരെ നമ്മുടെ എന്താ പറയുക സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി യൂസ് ചെയ്യുക, അല്ലാതെ നമ്മുടെ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യരുത്. അതിന് ഇവിടുത്തെ ആളുകൾ അവനുമായിട്ട് സംസാരിക്കണം. ഇതിന്റെ മെയിൻ ഈ പറയുന്ന ഹൈന്ദവ മതത്തിന്റെ എല്ലാ വിഭാഗത്തിലെ ആളുകളും പോയിട്ട്, അവിടുത്തെ നേതാക്കന്മാർ പോയിട്ട് വേടനുമായി സംസാരിച്ച് വേടന്റെ കൂർത്ത വാക്കുകൾ അത് നമ്മുടെ ഹൈന്ദവ സമൂഹത്തെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളാക്കി മാറ്റണം. ഇപ്പോ ഈ പറയുന്ന വേടന്റെ വാക്കുകളിൽ ഒരു അർത്ഥവുമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അടിമത്തം എന്നാണ് പറയുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് അടിമത്തം ഉള്ളത്? ഇന്ന് ജാതിയിൽ ഉയർച്ചയുള്ളവരും താഴ്ചയുള്ളവരും എല്ലാവരും ഒരുപോലെ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ജാതിയിൽ താഴ്ന്നു നിൽക്കുന്ന ആളുകൾക്കാണ് ഗവൺമെന്റ് തലത്തിലൊക്കെ വളരെ വലിയ സപ്പോർട്ട് കിട്ടുന്നത്. അപ്പൊ അതെല്ലാം ഇന്ന് ഇവിടെ സാധ്യമായിരിക്കെ വീണ്ടും ജനങ്ങൾക്കിടയിലോട്ട് ഇപ്പോ വേടനൊരു റാപ്പായിട്ട് വരുന്നു, കുറെ സമൂഹത്തെ ഒരുമിപ്പിക്കുന്നു. അവർക്കുള്ളിൽ എപ്പോഴും നിങ്ങൾ കത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഈഗോ പ്രശ്നമാണ്. ഈ കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ വേടനെ കാണാനും വേടനെ കേൾക്കാനും നിൽക്കുന്ന ആളുകളായിട്ടുള്ള ഹൈന്ദവർക്കിടയിലോട്ട് ഇദ്ദേഹം കുത്തിവെച്ച് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞ ഈഗോ ആണ്. ഞാൻ ചെറുതാണ് എന്നുള്ള ബോധം, മറ്റുള്ളവൻ വലുതാണ് എന്നുള്ള ബോധം, ഇതാണ് ഇവൻ കുത്തിവെച്ച് കൊടുക്കുന്നത്. നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊരു
ഇതില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കൊടുക്കുന്ന എന്താന്ന് വെച്ചാല് ഞാൻ ഈ ഏത് താഴ്ന്ന ജാതിക്കാരനാണെന്നുള്ള സ്വബോധം ഉള്ളിലുണ്ടാവണം, മറ്റുള്ളവൻ വലിയവനാണ് എന്നുള്ള ബോധം ഉള്ളിലുണ്ടാവണം. ഇതാണ് ശരിക്കും വേടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഒന്നാണ് എന്ന് പറയാൻ വേട ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ മാറ്റി നിർത്തണം വേട. ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഹൈന്ദവന് വേണ്ടി സംസാരിക്കും. നിനക്കറിയാലോ, തുണി പൊക്കി നോക്കിയിട്ട് മതം നോക്കി കൊല്ലുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ അവർ നീ പുലയനാണെന്നോ, നീ പറയാനാണെന്നോ, നീ ബ്രാഹ്മണനാണെന്നോ, നീ നമ്പൂരിയാണെന്നോ, നായരാണെന്നോ ചോദിച്ചിട്ടല്ല വെടിവെച്ചത്. നീ ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ടാണ് വെടിവെച്ചത്. അപ്പൊ ആ കെട്ടകാലത്ത് ജീവിക്കുമ്പോൾ വേടനെ പോലുള്ള ആളുകൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട വാക്കുകൾ ഇതല്ല, പകരം നമ്മളൊന്നാണ് എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ ഒരു ധാരണയിലോട്ടാണ് ഇവിടുത്തെ ഹൈന്ദവരെ നിങ്ങൾ എത്തിക്കേണ്ടത്. എന്നെ പോലത്തെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെ ജാതിയില്ല, ഇവിടെ എല്ലാ ഹൈന്ദവരും ഒന്നാണ്, എല്ലാവരും സനാതനത്തിൽ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് എന്നെ പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താങ്കൾ കൂടി ഞങ്ങളുടെയൊക്കെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ, ഞങ്ങളുടെയൊക്കെ പക്ഷത്തിലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളം വലിയ വിപ്ലവം നേരിടും. ഇവിടെ സാമ്പത്തികമായിട്ട് എന്താ പറയാ പരാജയമേ ഹൈന്ദവനുണ്ടാവില്ല. അവന് ചെറിയൊരു ബിസിനസ് നടത്തിയാൽ പോലും അവന് ജീവിക്കാനുള്ളതും അവന്റെ തലമുറയ്ക്ക് ജീവിക്കാനുള്ളതും അവന് ഉണ്ടാക്കാൻ കഴിയും. കാരണം നമ്മുടെ ഏകീകരണം കാരണം. ഇനിയും ഈ കുഴിയിൽ നിന്നും വീണ്ടും കുഴിയിലോട്ട് പോകാനല്ല വേട നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കുഴിയിൽ നിന്നും നമ്മൾ പിടിച്ചു കയറണം. ആ കുഴിയിൽ നിന്നും പിടിച്ചു കയറിക്കൊണ്ട് നമ്മൾ ഉയരത്തിലെത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഇനി വേടനെ പോലുള്ള ആളുകൾ ചിന്തിക്കേണ്ടത്. ഞാനൊക്കെ ആ റൂട്ടിൽ എന്നോ പോയി തുടങ്ങി. എനിക്ക് ജാതീയപരമായിട്ട് ഒരു ആക്ഷേപവും അധിക്ഷേപവും ഇതുവരെ കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും ഞാൻ എല്ലാവരെയും മനസ്സിലാക്കുന്ന ഒരാളാണ്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ജാതി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അമ്മ പെറ്റ മക്കളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ വിപ്ലവം വരണമെങ്കിൽ ജാതീയപരമായിട്ടുള്ള ഹൈന്ദവന്റെ ഈ പറയുന്ന എന്താ പറയുക ഈഗോയും ഈ പറയുന്ന കണ്ണിൽ കണ്ട് കൂടായ്മയും എല്ലാം മാറിയിട്ട് ഒരുമിച്ച് നിന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു സഹോദരത്തിലോട്ട് നമ്മൾ വരണം. അതിനാണ് രക്ഷണം എന്ന് പറയുന്ന പദ്ധതിയുമായിട്ടൊക്കെ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോ വേടന്റെ ആ കൂർത്ത വാക്കുകൾ എന്നും ഉപയോഗിക്കേണ്ടത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ ഒരുമിപ്പിക്കാനാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ബാക്കി കേസും കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. അതെല്ലാം താണ്ടി തനിക്ക് തിരിച്ചു വരാൻ സാധിക്കും. കാരണം അറിയാലോ, ഇതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ താങ്കൾ അത് വളരെ കൂളായിക്കൊണ്ട് താങ്കളുടെ മാപ്പിലൂടെ അതങ്ങോട്ട് സോൾവ് ആക്കി വിട്ട ആളാണ്. അപ്പൊ അങ്ങനെ താങ്കൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴും താങ്കൾ പറയുന്നത് എന്നെ ആരും കുടിക്കാതല്ല, ആ ഒരു ചങ്കൂറ്റം മതി, ഊരിപ്പോരി ഇവിടെ നിന്നും ആ ഒരു കുഴപ്പമില്ല. പിന്നെ പുൽനകത്തിന്റെ കേസ് അത് താങ്കൾ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയൊരു സാധനമാണ്. അതൊന്നും അത്ര വലിയൊരു കേസായിട്ടൊന്നും പോകാൻ പോണില്ല. അപ്പൊ എന്തായാലും വേടന്റെ കൂടെ ഉണ്ട്. പക്ഷെ വേടന്റെ വാക്കുകൾ എപ്പോഴും ഈ ജാതി താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി മാത്രം സംസാരിക്കാതെ, അവർക്കുള്ളിൽ ഈഗോ കയറ്റി കൊടുക്കാതെ, അവർക്ക് മറ്റു ഹിന്ദുക്കളോട് വെറുപ്പില്ലാത്ത രീതിയിലൊക്കെ ആക്കി മാറ്റി എല്ലാവരും ഒരുമിച്ച് നിന്ന് സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും വളരെ വലിയ ഉയരത്തിലോട്ട് എത്തുന്ന രീതിയിലോട്ട് ഈ ഹൈന്ദവ ജനതയെ കൈപ്പിടിച്ച് ഉയർത്താൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് പറയുന്നത്. അതിലോട്ട് താങ്കൾ വരണം. ആ ഒരു രീതിയിലോട്ട് താങ്കൾ ഇറങ്ങി വരണം. നന്ദി, നമസ്കാരം.